എപ്പിസോഡ് 22. ന്യായീകരണ പ്രശ്നം. ആറ്റങ്ങളുണ്ടോ? ഇമ്മാനുവൽ കാന്റ് ദർശനം. ക്ലാസിക്കൽ ശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഫിസിക്സിൽ, കാര്യകാരണ നിയമങ്ങൾ അനുമാനിക്കുന്നത് എങ്ങനെയെന്ന് മുൻ വീഡിയോയിൽ വിശദീകരിച്ചല്ലോ. ക്ലാസിക്കൽ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും നിയമങ്ങൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്, ഉപയോഗമുണ്ട്. നാം എന്നും കാണുന്ന ചില പ്രതിഭാസങ്ങൾ എടുത്തു പറയാം. വെള്ളം തിളയ്ക്കുന്നത്, നീരാവിയാവുന്നത്, മഴ പെയ്യുന്നത്, കാർ, ബസ്, വിമാനം, റോക്കറ്റ് എന്നിവ പ്രവർത്തിക്കുന്നത്, ഫാക്ടറികളിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്നത്, ആശുപത്രിയിലെ ലിഫ്റ്റ് ചലിക്കുന്നത്, ഭൂമിയും ചന്ദ്രനും സൂര്യനും ക്രമത്തോടെ ഭ്രമണം ചെയ്യുന്നത് മുതലായ സംഭവങ്ങൾ ഓർക്കുക. ഇവയ്ക്കെല്ലാം കാരണമായ ഭൗതിക നിയമങ്ങൾ എല്ലാം ക്ലാസിക്കൽ ശാസ്ത്രത്തിൻ്റേതാണ്. എന്നാൽ ക്ലാസിക്കൽ നിയമങ്ങൾ ഭൂരിഭാഗവും ഗണിത സമവാക്യങ്ങളുടെ രൂപത്തിലാണ് ആവിഷ്കരിക്കുന്നത്. ഉദാഹരണമായി, 5-ാം വീഡിയോയിൽ പറഞ്ഞതുപോലെ ജലം ഉണ്ടാകുന്ന ഫോർമുലയാണ് 2s2 + O2 = 2s2O. ഹൈഡ്രജൻ അണുവിൻ്റെ ഭാരം 1 ഗ്രാം എങ്കിൽ ഓക്സിജൻ അണുവിൻ്റെ ഭാരം 16 ഗ്രാമാണ്. അതിനാൽ മേൽപ്പറഞ്ഞ സമവാക്യത്തിൻ്റെ അർത്ഥം 4 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനും ചേർന്നാൽ 36 ഗ്രാം ജലം ഉണ്ടാകുമെന്നാണ്. സമവാക്യ രൂപത്തിലുള്ള ഈ കാര്യകാരണ ബന്ധം ഒരു പ്രായോഗികമായ പ്രസ്താവനയാണ്. കാരണത്തിൻ്റെ ലക്ഷ്യമാണ് കാര്യത്തെ ഉണ്ടാക്കുക എന്ന് അർത്ഥമാക്കുന്നില്ല. അതായത് ഹൈഡ്രജൻ അണുക്കളും ഓക്സിജൻ അണുക്കളും തമ്മിൽ ചേരുന്നതിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന് ശാസ്ത്രം കരുതുന്നില്ല. അടുത്ത പ്രശ്നമായി എടുത്തു പറയേണ്ട കാര്യം, ഗണിത സമവാക്യങ്ങളുടെ രൂപത്തിലുള്ള ക്ലാസിക്കൽ ഭൗതിക നിയമങ്ങൾക്ക് ആധാരമായി സുപ്രധാന സങ്കല്പനകൾ തിയറി എന്ന നിലയിൽ ഉണ്ട് എന്നതാണ്. അവയിൽ ഏറ്റവും അടിസ്ഥാനപരമായത് അണുസിദ്ധാന്തം, അറ്റോമിക് തിയറി തന്നെയാണ്. ഭൗതിക വസ്തുക്കളുടെ നിർമ്മാണ വസ്തു ദ്രവ്യമാണെന്നും അതിൻ്റെ യൂണിറ്റ് അണു അഥവാ ആറ്റമാണെന്നും അത് വിവക്ഷിക്കുന്നു. അതോടൊപ്പം പലവിധത്തിലുള്ള ഊർജം, എനർജി കൂടെ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നു. അതായത് ദ്രവ്യവും ഊർജവും വേറിട്ട് സ്ഥിതി ചെയ്യുന്നവയാണ്. അതനുസരിച്ച് ദ്രവ്യവും ഊർജവും ചേർന്നാണ് വ്യാപ്തമുള്ള പദാർത്ഥങ്ങൾ, സൂര്യചന്ദ്രന്മാർ, മറ്റു വാനഗോളങ്ങൾ, പലതരത്തിലുള്ള ഊർജങ്ങൾ മുതലായ ദൃശ്യവസ്തുക്കൾ രൂപം കൊള്ളുന്നത്. ഈ തത്വം ഇനി കാണിക്കുന്നത് പോലെ ചിത്രീകരിക്കാം. ക്ലാസിക്കൽ ശാസ്ത്രത്തിൻ്റെ ന്യായീകരണ പ്രശ്നം. ആറ്റമോ മറ്റേതെങ്കിലും വസ്തുവോ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് തെളിവുണ്ടെന്നാണ് നാം സാധാരണയായും ശാസ്ത്രീയമായും അർത്ഥമാക്കുന്നത്. ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ വ്യാപ്തമുള്ള ഖരപദാർത്ഥത്തിൽ, ഉദാഹരണ സ്വർണം, ഉള്ള അണുക്കളുടെ എണ്ണം 1 ശേഷം 24 പൂജ്യങ്ങൾ ഉള്ള സംഖ്യ ആണെന്ന് ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ട്. എത്ര കൂടിയ മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും ആ അണുക്കളെ കാണാൻ പറ്റില്ല. അപ്പോൾ അണുക്കളെല്ലാം അദൃശ്യമാണ്. അതുപോലെ ഊർജത്തെയും ഒരു വസ്തു എന്ന നിലയിൽ കാണാൻ സാധിക്കില്ലല്ലോ. ദ്രവ്യം, ഊർജം എന്നിവയെപ്പറ്റി തെളിവുകളുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് നാം വിചിന്തനം ചെയ്യുന്നത്. വിശാലമായ അർത്ഥത്തിൽ ഭൗതിക ലോകം സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ക്ലാസിക്കൽ ഭൗതികത്തിലെ അറ്റോമിക് തിയറിയെ ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് വിശകലനം ചെയ്യുകയാണ് ഈ വീഡിയോയുടെ ധർമ്മം. ഈ സന്ദർഭത്തിൽ മുൻ വീഡിയോയിൽ പറഞ്ഞ ജ്ഞാനമനസ്സിൻ്റെ ഘടനയെ സംബന്ധിച്ച യുക്തി ഇന്ദ്രിയാനുഭവ തർക്കം, റാഷണലിസം എംപിരിസം കോൺഫ്ലിക്റ്റ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. യുക്തിജ്ഞാനവാദികളായ ചിന്തകർ നിർദ്ദേശിക്കുന്ന ന്യായീകരണ തത്വമാണ് ആദ്യം പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ബാഹ്യഗുണങ്ങൾ കാണുമ്പോൾ ആ ഗുണങ്ങളെല്ലാം കുടിയിരിക്കുന്ന ശുദ്ധവസ്തു, അതായത് ദ്രവ്യം ഉണ്ടായിരിക്കണം എന്ന് ന്യായമായി ചിന്തിക്കാം. നീളം, വീതി, നിറം, ഭാരം മുതലായ ഗുണങ്ങൾ ചേർന്നാൽ മാത്രം വ്യാപ്തമുള്ള വസ്തു ഉണ്ടാവില്ലല്ലോ. ഒരു വസ്തുവിനെ വീണ്ടും വീണ്ടും തുടർച്ചയായി ഭാഗിച്ചാൽ അവസാനം കിട്ടുന്ന അണുക്കൾ 3 മാനങ്ങളുള്ള കണികകൾ, പാർട്ടിക്കിൾസ് ആയിരിക്കും. അതിനാൽ അണുക്കൾ ഉണ്ടെന്ന് അനുമാനം ചെയ്യാം. യുക്തിപരമായ ന്യായീകരണവാദത്തെ ശക്തമായി എതിർത്തത് ഡേവിഡ് ഹ്യൂമാണ്. അദ്ദേഹത്തിൻ്റെ എംപിരിസിസം അനുസരിച്ച് നമ്മുടെ മനസ്സിന് അറിയാവുന്നത് ഇന്ദ്രിയാനുഭവങ്ങൾ മാത്രമാണ്.
പല പ്രാവശ്യം കിട്ടുന്ന ഡേറ്റ ഉപയോഗിച്ച് നാം ചില സംക്ഷേപവാക്കുകൾ അബ്രിവിയേഷൻസ് ഉണ്ടാക്കും. അത് ഏതെങ്കിലും വസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരു കീഴ്വഴക്കം മാത്രമാണ്. ദ്രവ്യത്തിൻ്റെ കാര്യത്തിൽ ഡേവിഡ് ഹ്യൂം ഇങ്ങനെ വാദിക്കുന്നു: ഒരു വസ്തുവിൻ്റെ നീളം, വീതി, നിറം, വ്യാപ്തം, ഭാരം മുതലായ ഗുണങ്ങൾ നാം തുടർച്ചയായി കാണുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഉണ്ടാക്കുന്ന സംക്ഷേപവാക്കാണ് ദ്രവ്യം എന്നത്. അതൊരു സങ്കല്പമാണ്. കാരണം ദ്രവ്യത്തിൽ നിന്ന് ഇന്ദ്രിയാനുഭവങ്ങൾ, അതായത് ഡേറ്റ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഡേവിഡ് ഹ്യൂമിൻ്റെ ഈ വാദഗതി ദ്രവ്യത്തിൻ്റെ അസ്തിത്വം അറിയില്ല എന്ന സന്ദേഹവാദം സ്കെപ്റ്റിസിസമാണെന്ന് എടുത്തു പറയാം. ഇമ്മാനുവേൽ കാന്ത് ദർശനം. ഇമ്മാനുവേൽ കാന്ത് എഴുതിയ ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ എന്ന കൃതി ആധുനിക ഫിലോസഫിയിൽ അതിപ്രശസ്തമാണ്. അണുക്കൾ അഥവാ ദ്രവ്യം യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന് താഴെ വിവരിക്കാം. യുക്തിയിലൂടെ മാത്രം ദ്രവ്യത്തിൻ്റെ അസ്തിത്വം അറിയാമെന്ന വാദത്തെ കാന്ത് നിരസിച്ചു. സ്വർണം കൊണ്ടുണ്ടാക്കിയ ആന നമ്മുടെ വനത്തിലുണ്ട് എന്ന പ്രസ്താവന നമ്മുടെ യുക്തിയിൽ ഉദിച്ചു എന്ന് വരാം. പക്ഷേ അത്തരം ആനയെപ്പറ്റി തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പ്രസ്താവന തെറ്റാണ്. യുക്തിചിന്തയ്ക്കൊപ്പം ഇന്ദ്രിയാനുഭവം കൂടി ഉണ്ടെങ്കിലേ ഒരു വസ്തുവിൻ്റെ അസ്തിത്വം അറിയാൻ സാധിക്കൂ എന്ന് കാന്റ് പ്രസ്താവിച്ചു. പാശ്ചാത്യ ദർശനത്തിലെ ഏറ്റവും ശക്തിമത്തായ ആശയം കാന്റ് അവതരിപ്പിക്കുന്നത് ഇങ്ങനെ സംഗ്രഹിക്കാം: നീളം, വീതി, കനം, വ്യാപ്തം, ഭാരം മുതലായ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം നിർവചിക്കുന്ന ആഖ്യാതം, പ്രെഡിക്കേറ്റ് ആണ് ദ്രവ്യമെന്നത്. പക്ഷേ ഈ ആഖ്യാതം ഒരു പ്രാതിഭാസികമായ അറിവാണ്, ഫിനോമിനൽ നോളജ്. ഇവിടെ പ്രതിഭാസവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം ഓർമ്മിക്കണം. അതിനാൽ ദ്രവ്യം എന്നത് ഒരു യഥാർത്ഥ വസ്തുവല്ല. എക്സിസ്റ്റൻസ് ഈസ് നോട്ട് പ്രെഡിക്കേറ്റ് എന്ന ആപ്തവാക്യം കാന്റ് എഴുതിയത് ഏറ്റവും പ്രസിദ്ധമാണ്. അതിനെ നാം ആഖ്യാതത്തിന് അസ്തിത്വമില്ല എന്ന് തർജ്ജമ ചെയ്യുന്നു. ഇവിടെ നാം കൊടുക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്: പ്രത്യേകതരം ഗ്ലാസ്സുള്ള ജനലിൽ കൂടി നോക്കിയാൽ മുറ്റത്ത് നിൽക്കുന്ന ഒരു പട്ടിയെ കാണുന്നുവെന്ന് വിചാരിക്കുക. എന്നാൽ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതൊരു പൂച്ചയാണ്. അതായത് യഥാർത്ഥമായ പൂച്ചയെ ഗ്ലാസ്സിലൂടെ നോക്കിയപ്പോൾ പട്ടി എന്ന് കണ്ടതാണ്. ഇവിടെ പട്ടി എന്നത് പ്രാതിഭാസികമായ അറിവാണ്, ആഖ്യാതമാണ്. പട്ടി സ്ഥിതി ചെയ്യുന്ന വസ്തുവല്ല. ഊർജത്തെയും പ്രത്യേക ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം നിർവചിക്കുന്നു. അതിനാൽ ഊർജം ആഖ്യാതമാണ്, അതിന് അസ്തിത്വമില്ല. നമ്മുടെ അറിവിനെ സംബന്ധിച്ച ഏറ്റവും ഒറിജിനാലിറ്റി ഉള്ള ആശയമാണ് കാന്റ് അവതരിപ്പിച്ചത്. ദ്രവ്യത്തിൻ്റെ കാര്യമെടുത്താൽ അത് പട്ടിയെപ്പോലെയാണ്, പ്രാതിഭാസികമായ വസ്തുവാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഭൗതിക ലോകത്തിലുള്ളത്? യഥാർത്ഥമായ പൂച്ചയെ കാണാൻ കാന്റിന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആശയക്കുഴപ്പം അജ്ഞേയതാവാദം, അഗ്നോസ്റ്റിസിസം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അത് ഹ്യൂമിൻ്റെ സ്കെപ്റ്റിസിസം തന്നെയാണെന്ന് കാണാൻ ബുദ്ധിമുട്ടില്ല. ക്ലാസിക്കൽ ശാസ്ത്രത്തിൽ അണുവിനെയും ഊർജത്തെയും വ്യത്യസ്ത ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കുമ്പോൾ അവ സ്വതന്ത്ര അസ്തിത്വമുള്ള വസ്തുക്കളാണ് എന്ന് സങ്കല്പിക്കുന്നു. ഈ അടിസ്ഥാന തത്വത്തെയാണ് കാന്റ് തള്ളിപ്പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ദർശനം സ്വീകരിക്കുമ്പോൾ ദ്രവ്യവും ഊർജവും യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അവയെ വേറിട്ട് കാണുന്നത് പ്രാതിഭാസികമായ പ്രായോഗികമായ അറിവാണ്. ഈ പേന ദ്രവ്യമാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, കാരണം ദ്രവ്യം യഥാർത്ഥമായി ഇല്ല. ഈ സാഹചര്യത്തിൽ ശാസ്ത്ര നിയമങ്ങൾക്ക് ന്യായീകരണമില്ലെന്ന് വരുന്നു. കാന്റ് ദർശനം ഉയർത്തുന്ന വെല്ലുവിളിയെ മറികടക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞർ ലളിത യാഥാർത്ഥ്യവാദം, നേവ് റിയലിസം എന്ന നിലപാടെടുത്തു. ഒരു സാങ്കല്പിക വസ്തുവിനെപ്പറ്റി ശാസ്ത്രീയ തെളിവ് കിട്ടിയാൽ ആ വസ്തു സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന വാദം, അത് ഭൗതികവാദം, മെറ്റീരിയലിസം എന്ന സത്താവിജ്ഞാനത്തെ പിന്താങ്ങുന്നതാണ്. അങ്ങനെ പ്രായോഗികമായി ദ്രവ്യം അഥവാ ആറ്റം ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കി. ലളിത യാഥാർത്ഥ്യവാദം ഒരു പ്രായോഗിക ചിന്തയാണെങ്കിലും അത് മുന്നോട്ട് വയ്ക്കുന്ന ഗൗരവമുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. ഏറ്റവും പ്രധാനമായവ എടുത്തു പറയാം. യുക്തിജ്ഞാനവാദവും ഇന്ദ്രിയാനുഭവവാദവും തമ്മിലുള്ള തർക്കം, റാഷണലിസം എംപിരിസിസം കോൺഫ്ലിക്റ്റ് എങ്ങനെ പരിഹരിക്കും? ആറ്റം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്ന തെളിവുകൾ സ്വീകാര്യമാണോ? ഇവിടെ ഒരു മേശയുണ്ടെന്ന് കണ്ടാൽ അത് എന്തുതരം അസ്തിത്വമാണ്?
ദ്രവ്യവും ഊർജവും യഥാർത്ഥമായി ഇല്ലെങ്കിൽ പിന്നെ എന്താണ് യഥാർത്ഥമായി ഉള്ളത്? ഭൗതിക ലോകത്തിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയാൻ ശാസ്ത്രത്തിന് സാധിക്കുമോ? ഈ വക സമസ്യകൾ മറികടക്കാൻ സാധിക്കണമെന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നീങ്ങാം. ഈ യൂട്യൂബ് വീഡിയോ ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.